നമസ്കാരം. വായിലെ ക്യാൻസറും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ സ്കറിയ, കൺസൾട്ടൻറ്റ് ഓറൽ പതോളജിസ്റ്റ്. ആദ്യമായിട്ട് വായിലെ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. പുകയില ഉൽപ്പന്നങ്ങളും അതിൻ്റെ ഉപയോഗവുമാണ് ഏറ്റവും കൂടുതലായിട്ട് വായിലെ ക്യാൻസർ ഉണ്ടാകാനുള്ള കാരണം. അത് വെറ്റിലപ്പാക്ക് മുറുക്കുന്ന ആൾക്കാരിലും സിഗരറ്റ്, ബീഡി എന്നിവ വലിക്കുന്ന ആൾക്കാരിലും കൂടുതലായിട്ടും കണ്ടുവരുന്നു. രണ്ടാമതായിട്ട് കണ്ടുവരുന്നത് കൂർത്ത പല്ലുകളും അല്ലെങ്കിൽ പൊട്ടിയ പല്ലുകളും മൂലം ഉണ്ടാകുന്ന വ്രണങ്ങൾ. അവ കൊണ്ട് ഒരഞ്ഞ് ഉണ്ടാകുന്ന വ്രണങ്ങൾ 2 ആഴ്ചയായിട്ടും ഉണങ്ങാതിരിക്കുകയാണെങ്കിൽ അവ ക്യാൻസറായി മാറാവുന്നതാണ്. മൂന്നാമത് ഈ പൊട്ടിയ പല്ല് സെറ്റുകളും അല്ലെങ്കിൽ ലൂസായിട്ടുള്ള പല്ല് സെറ്റുകളും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ അവ മൂലമുണ്ടാകുന്ന തടിപ്പുകൾ, അതുമൂലമുണ്ടാകുന്ന വ്രണങ്ങൾ ഇവയും സ്ഥിരമായിട്ടുണ്ടെങ്കിൽ അവയും ക്യാൻസറായി മാറാവുന്നതാണ്. നമ്മുടെ സ്വന്തമായിട്ട് നമുക്കിതെങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും? ഒരു കണ്ണാടിന് മുമ്പിൽ നിന്ന് വായ തുറന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ശീലങ്ങളുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് പുകയില ഉൽപ്പന്നങ്ങളുടെ ശീലമുള്ള ആൾക്കാരിൽ ചുമപ്പോ വെളുപ്പോ തടിപ്പുകൾ വായയുടെ കവിളിൻ്റെ ഭാഗത്തോ നാക്കിൻ്റെ ഭാഗത്തോ നാക്കിൻ്റെ അടിയിലോ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള പാടുകൾ ചിലപ്പോൾ കാണാവുന്നതാണ്. ഇവ ക്യാൻസറിൻ്റെ മുന്നോടിയായി വരുന്ന ലക്ഷണങ്ങളാണ്. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് ഒരു വിദഗ്ധ ദന്ത ഡോക്ടറിനെ കണ്ട് അവ ചെക്ക് ചെയ്യേണ്ടതാണ്. എങ്ങനെ ചെക്ക് ചെയ്യാം? ഒരു ചെറിയ ബയോപ്സി എടുത്ത് ആ ഭാഗത്തു നിന്ന് ബയോപ്സി എടുത്ത് അത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാവുന്നതാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് നന്ദി, നമസ്കാരം.